ഓക്കെ, നമ്മൾ ലീനിയർ ആൾജിബ്രയിലെ മൂന്നാമത്തെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. സോ മൂന്നാമത്തെ സെക്ഷൻ ഡിറ്റർമിനൻറ്റ്സ്. സോ വാട്ട് ഡു യു മീൻ ബൈ ഡിറ്റർമിനൻറ്റ്സ്? ഡിറ്റർമിനൻറ്റ് ഇസ് എ ന്യൂമറിക്കൽ വാല്യൂ അസോസിയേറ്റഡ് വിത്ത് എ സ്ക്വയർ മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ മെട്രിക്സ് ആക്ച്വലി ടെൽസ് എ ലോട്ട് അബൌട്ട് എ മെട്രിക്സ്. സോ ആദ്യം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇവാലുവേറ്റിംഗ് ഡിറ്റർമിനൻറ്റ്സ്. സോ അതിനകത്ത് നമുക്ക് ഒന്നാമത്തെ കേസിൽ ലെറ്റ്സ് കൺസിഡർ എ 1/1 മെട്രിക്സ്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? എ എന്ന് പറയുന്നത് ഒരു 1/1 മെട്രിക്സ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ മെട്രിക്സിനെ നമ്മൾ ഡിറ്റ് എന്നായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുക. ആൻഡ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. അപ്പോൾ അത് ആക്ച്വലി കെ തന്നെയാണ് 1/1 മെട്രിക്സിൻ്റെ കേസിൽ. ഇനി കേസ് 2 നമുക്കെടുക്കാം. കേസ് 2ൽ 2/2 മെട്രിക്സ് ആണെങ്കിൽ എ എന്ന് പറയുന്നത് സേ ലെറ്റ് ഇറ്റ് ബി ABCD. സോ അങ്ങനെ ആവുമ്പോൾ ഡിറ്റർമിനൻ്റ് എന്താണ്? ഡിറ്റർമിനൻ്റ് ഈസ് വെർട്ടിക്കൽ ബാറിൽ നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് യു നോ ഇറ്റ് AD minus BC അല്ലേ. സോ AD minus BC വിൽ ബി a value corresponding to that matrix. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ പേ എന്ന് പറയുന്നത് സേ 2 5 1 3. സോ വാട്ട് ഇസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ? ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇസ് 2 5 1 3. ഇറ്റ്സ് ഈക്വൽ ടു 2 into 3 minus 5 into 1. Answer is 6 minus 5, it is 1, right? Okay. Now let's consider the third case where we discuss about 3/3 matrices. 3/3 മെട്രിക്സിനെ ഞാൻ അതിൻ്റെ എൻട്രീസിൻ്റെ പൊസിഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. where A is equal to A11, A12, A13 and so on up to A33. അവിടെ Aij represents the entry in the ith row and jth column. എന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് A21 എടുത്തു കഴിഞ്ഞാൽ A21 എന്ന് പറയുന്ന എൻട്രിയുടെ പൊസിഷൻ സെക്കൻഡ് റോയിലും ഫസ്റ്റ് കോളത്തിലുമാണ്. റൈറ്റ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. സെക്കൻഡ് റോ ആണ്, അതേപോലെ ഫസ്റ്റ് കോളവും ആണ്. അതേപോലെ A23 നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും അത് സെക്കൻഡ് റോ ആണ്, തേർഡ് കോളവും ആണ്. സി, അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം. ഇനി ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ നമ്മൾ വെർട്ടിക്കൽ ബാറിൽ മെട്രിക്സിലുള്ള എൻട്രീസ് എല്ലാം നമ്മൾ ദെൻ we know how to find the determinant of a 3/3 matrix along row ഓപ്പൺ ചെയ്യാം. ആക്ച്വലി നമ്മളിവിടെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് determinant of a in 3/3 case can be found out actually in 6 ways. നമുക്ക് 3 റോ വഴി ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ 3 കോളം വഴി ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ റോ 1 വഴി ഓപ്പൺ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. സോ അതെന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് എൻട്രി റൈറ്റ് A11 into അത് കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് റൈറ്റ്, അത് നമ്മളവിടെ കണ്ടു. അത് കഴിഞ്ഞിട്ട് സൈൻ നമ്മളിവിടെ നോക്കുക. സി, എങ്ങനെയാണ് നമ്മൾ സൈൻ കണ്ടുപിടിക്കുന്നത്? സൈൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇത് ഓർത്താൽ മതി, -1 raised to I plus j എന്ന് ഓർത്താൽ മതി. സി, ഇപ്പോൾ A11 എന്ന് പറഞ്ഞതിൻ്റെ ഐയും ജെയും എന്താണ്? ഈവൻ വരുമ്പോൾ -1 raised to an ഈവൻ നമ്പർ എന്ന് പറയുന്നത് 1 വരും. എന്നാൽ A12 എന്ന് പറയുന്നത് അങ്ങനെയല്ല. A12 എന്ന് പറയുമ്പോൾ 1 + 2 is what? odd. സോ -1 raised to an odd നമ്പർ, ഇവിടെ 3 ആണ് വരുന്നത്, അത് -1 വരും. സോ അങ്ങനെയാണ് ഈ സൈൻസ് എല്ലാം വരുന്നത്. ഞാൻ വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് A32 എടുക്കാം. A32 എന്ന് പറയുമ്പോൾ ഇത് നോക്കിയേ, 3 + 2 is what? 5. സോ -1 raised to 5 is -1. സോ ദാറ്റ് ഈസ് വൈ ദിസ് നെഗറ്റീവ് കെയിം there. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ അതേപോലെയാണ് നമ്മൾ എല്ലാ എൻട്രീസിനും സൈൻ അസൈൻ ചെയ്തിട്ടുണ്ട്. സോ ആ സൈൻ അസൈൻ ചെയ്തിട്ട് അതുവഴി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ A11 into A11 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ്, ദെൻ മൈനസ് റൈറ്റ്, അതിൻ്റെ സൈൻ മൈനസ് ആണല്ലോ, മൈനസ് അത് കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് സി, ദെൻ അവസാനം A13 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് A21, A22, A31 ആൻഡ് A32. ഓക്കെ, പിന്നെ നമ്മൾ മൈനസ് എന്താണ് നമ്മൾ നോക്കാൻ പോവുകയാണ്. സോ ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ ഇതുണ്ടല്ലോ, അതാണ് A11ൻ്റെ മൈനർ.
കാരണം A11 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ടാണ് നമുക്കതിൻ്റെ മൈനർ കിട്ടുക. സോ ഒരു എൻട്രിയുടെ മൈനർ കിട്ടുന്നത് എങ്ങനെയാണ്? ആ എൻട്രി കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനർ കിട്ടും. ഇനി ഇതെന്താണ്? ഇത് ആക്ച്വലി A12 എന്ന് പറഞ്ഞ എൻട്രിയുടെ മൈനറാണ്. സി, അത് കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാക്കിയുള്ള എലമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണിത്. അതേപോലെ ഇതെന്ന് പറയുന്നത് A13യുടെ മൈനറാണ്. സോ മൈനറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഞാൻ M11, M12 ആൻഡ് M13 എന്ന് കൊടുത്തിട്ടുമുണ്ട്. സോ നിങ്ങൾക്ക് കാണാം. സോ determinant can be found out by what? A11 into M11 minus A12 into M12 plus A13 into M13. Okay, listen to another definition which is cofactor. Cofactor എന്ന് പറയുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സോ കോഫാക്ടറും മൈനറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, കോഫാക്ടറിനെ നമ്മൾ AIJ എന്ന് ഞാൻ ജനറലി റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് -1 raised to I plus j into MIJ. ഓക്കെ, അവിടെ അപ്പോൾ ഓർക്കുക, I plus j ഓഡ് ആവുമ്പോൾ നെഗറ്റീവ് റീറ്റെയിൻ ചെയ്യും, എന്നാൽ I plus j ഈവൻ ആവുമ്പോൾ AIJയും MIJയും ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ നോക്കിയേ, M11ഉം A11ഉം ഈക്വൽ ആണ്. വൈ? ബിക്കോസ് ആഡ് ചെയ്യുമ്പോൾ ഈവൻ ആണ് വരുന്നത്. എന്നാൽ M12 അല്ല A12, ഒരു നെഗറ്റീവിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ അത് പോസിറ്റീവ് ആവും, റൈറ്റ്? സോ അതേപോലെ M13 എന്ന് പറയുമ്പോൾ കൂട്ടുമ്പോൾ ഈവൻ ആണ് വരുന്നത്, 1 + 3. സോ അതുപോലെ M13 എന്ന് പറയുന്നത് അപ്പോൾ A13 ആയിട്ട് മാറും. സോ വാട്ട് ഈസ് ഡിറ്റർമിനൻ്റ് A? ഇറ്റ് ഈസ് ആക്ച്വലി ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ഈച്ച് എലമെൻറ്റ് of a row or a column by its corresponding cofactor. I'll repeat. Determinant of a matrix can be obtained by multiplying each element of a row or a column by its cofactor and then adding the result. So അങ്ങനെയാണ് നമുക്ക് determinant of a 3x3 matrix കിട്ടുന്നത്. ഈ determinant of a 3x3 matrix നമുക്ക് 6 വേസിൽ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 3 റോ വഴിയും അല്ലെങ്കിൽ 3 കോളം വഴിയും. സോ റോ 1 എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതേപോലെ ഇവിടെ റോ 2ലും കോളം 3ലും എങ്ങനെയാണ് ഒരു ഡിറ്റർമിനൻ്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഫൈനലി I have concluded that determinant of A can be found out by multiplying each element of a row or a column by its cofactor and then adding the result. Okay, ചില എക്സാമ്പിൾസ് കാണുമ്പോൾ നമുക്കിത് മനസ്സിലാവും. Okay, so here let's consider an example. Evaluate a matrix. So ഇവിടെ നമുക്ക് 6 വേസിൽ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ഓപ്പൺ അലോങ് R1. സോ R1 വഴി ഓപ്പൺ ചെയ്യുമ്പോൾ we have to consider the sign along that way, right? So 1 into corresponding minor minus -5 into corresponding minor plus 2 into 7, 3, 2, 1, right? So it becomes 1 into, you determine the value endana, it's 15 minus 4, right? So it is 15 minus 4, then plus 5 into idinte 35 minus 8 എന്ന് വരും, പ്ലസ് 2 ഇൻറ്റു ഇതിൻ്റെ വാല്യൂ 2x2 മെട്രിക്സ് ആണ്. സോ അത് 7 minus 6 എന്ന് വരും. വാട്ട് ഈസ് ദ ഫൈനൽ ആൻസർ? ഷുഡ് ബി, ദിസ് ഇസ് 11 പ്ലസ് 5 ഇൻറ്റു 35 minus 8, 27. 27 plus 2 into 1. So what is the final answer? 11 plus 135 plus 2. It is 148. Now any along say column 2. So column 2 open ചെയ്യുമ്പോൾ സൈൻ ഓർക്കുക, ഇത് A22 എൻട്രി ആണ്, അപ്പോൾ പോസിറ്റീവ് ആവും. ഇത് A32 ആണത് നെഗറ്റീവ്. സോ along column 3 വരുമ്പോൾ see negative of -5 which is 5, right? 5 into അത് കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുമ്പോൾ 7, 4, 2, 5, right? Plus 3 into 1, 2, 2, 5.
then minus 1 into 1, 2, 7, 4. Finally I'll get 5 into 35 minus 8 again, which is 27, right? Plus 3 into 5 minus 4, which is 1, minus 1 into 4 minus 14, which is negative 10. So ഇവിടെ വരുന്നത് ഇത് 135 ആണ്, plus 3 plus 10, which is 135 plus 13, which is 148. രണ്ട് രീതിയിൽ ഞാൻ ഓപ്പൺ ചെയ്തു, ഒരു റോ വഴിയും പിന്നെ വേറൊരു കോളം വഴിയും. സോ ഇതേപോലെ നിങ്ങൾക്ക് വേറെയും 4 വഴിയിൽ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ. അത് നിങ്ങൾ ട്രൈ നോക്കുക.